ആളൊരു കുഞ്ഞൻ ചാപ്റ്ററാണ്, എന്നാലും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ പെടുത്തി കളയും. നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്മുടെ മെക്കാനിക്കൽ പ്രോസസ് ഫ്ലൂയിഡ്സ് അല്ല, സോളിഡ്സ് ആണ് ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രാഫിൽ നിന്നും ഈ ബോഡിയുടെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാലോ? എടാ മോനെ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലേടാ. സ്ട്രെസ് സ്ട്രെയിൻ ആണെങ്കിൽ ഉറപ്പാണ് സ്ലോപ്പാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിനകത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഒന്ന് കണ്ടുപിടിക്കാം, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫിന് സ്ലോപ്പ് എടുത്താൽ മതി. സ്ലോപ്പ് എടുക്കാൻ നമുക്ക് പോയിന്റുകൾ വേണം അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് എടുക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ കിട്ടുന്നത് അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? സ്ട്രെസ് എന്ന് പറയുന്നത് 150 ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് 150 അല്ലടാ, 150 മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ഇൻറ്റു 10⁻⁶ ഉണ്ട്, അത് എഴുതണം കേട്ടോ. ഡിവൈഡ് ബൈ സ്ട്രെയിൻ 0.002. ഇതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും, കാരണം എൻ്റെ കൈ കാൽക്കുലേറ്ററില്ലല്ലോ. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ആണ്. അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദിസ് മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുക. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ ഗ്രാഫിന് ഏറ്റവും ടോപ്പ് സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇതല്ലടാ, ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്നത് ഇതേ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 300 × 10⁻⁶ Nm/m², അല്ലെങ്കിൽ എന്താണ്? പാസ്കലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ലൈവിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.